ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സസ്പെൻഡ് ചെയ്ത് തടിയൂരി കോൺഗ്രസ് 6 മാസത്തേക്കാണ് പാർട്ടി പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതോടെ രാഹുലിന് MLA സ്ഥാനത്ത് തുടരാം. മുഖഛായയ്ക്ക് കോട്ടം വരുമെന്നതിനാൽ ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉണ്ടാകില്ല എന്ന വിവരമാണ് പുറത്ത് വരുന്നത്. BJP ഭയന്നിട്ടാണ് സസ്പെൻഷൻ നാടകമെന്ന വിലയിരുത്തലും സജീവമാകുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹനനുമൊപ്പം മിഥുൻ മുരളി, അരുൺ ആലത്തൂർ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം പോകുന്നത് പ്രജിത് മോഹനിലേക്കാണ്. പ്രജിത്, ഒടുവിൽ രാജിയില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ഒടുവിൽ സസ്പെൻഷൻ. പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു സസ്പെൻഷൻ നാടകം നടക്കുകയാണ് എന്ന് പറയാം. അങ്ങനെ തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എന്താണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഏറ്റവും വലിയ നടപടി എന്നുള്ളതായിരുന്നു ഈ ദിവസങ്ങളിലെ ഒരു ആകാംക്ഷ. പക്ഷേ അത് അത്ര കണ്ട് ശക്തമായ നടപടിയല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. സസ്പെൻഷൻ എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊരു വിശദീകരണം തേടാനാണ് സാധ്യത. അതിനുശേഷം ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കുമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഒരു അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് പോകുന്നില്ല എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. എന്തായാലും സസ്പെൻഡ് ചെയ്തതോടുകൂടി രാഹുലിനി കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗമോ അതോടൊപ്പം തന്നെ UDF-ന്റെയോ ഭാഗമല്ല. അത്തരത്തിൽ UDF-ന്റെ യോഗങ്ങളിലോ ഒന്നും രാഹുൽ പങ്കെടുക്കാനും രാഹുലിന് കഴിയില്ല. പകരം നിയമസഭയിലും പ്രത്യേക ബ്ലോക്കായി തന്നെ രാഹുലിന് ഇരിക്കേണ്ടി വരും. UDF-ന്റെ ഭാഗമായി ഇരിക്കാനും കഴിയില്ല. പക്ഷെ അത് രാഹുൽ തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ MLA ആയി നിയമസഭയിൽ വീണ്ടും എത്തുമോ, അല്ലെങ്കിൽ MLA-യുടെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം നിയമസഭയിൽ വീണ്ടും എത്തുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഒരുപക്ഷെ രാഹുൽ അവധിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകളും ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം ഊരാക്കുടുക്ക് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം രാഹുലിനെ സംബന്ധിച്ച വിവാദങ്ങൾ, ആരോപണങ്ങൾ പുറത്തു വന്ന സമയം മുതൽ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും പ്രതിസന്ധിയിലായിരുന്നു. അവർക്ക് കൃത്യമായി ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു നിലപാട് പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പ്രതിപക്ഷ നേതാവടക്കം വളരെ പതറിയ ശബ്ദത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എൻ്റെ മകളെ പോലെയാണ് ആ കുട്ടി, ഈ വിഷയത്തിൽ കൃത്യമായ നടപടി കോൺഗ്രസ് സ്വീകരിക്കുമെന്നുള്ളതൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പിന്നാലെ രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളൊക്കെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറയുന്നു രാഹുലിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ നടപടി ഉണ്ടാകണം എന്നുള്ളത്, ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ പറയുന്നു. എല്ലാവരും ഇത്തരത്തിൽ രാഹുലിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് കൃത്യമായി പറയുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് രാഹുലിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യവും ആദ്യഘട്ടത്തിൽ ഉയർന്നു. രാഹുലിനെതിരായ പരാതികൾ അത് ഹൈക്കമാൻഡ് KPCCക്ക് കൈമാറുന്ന സാഹചര്യവും ഉണ്ടായി. തുടർന്ന് പ്രതിപക്ഷ നേതാവും ശക്തമായ നടപടി ഉണ്ടാകും, കൃത്യമായ നടപടി ഉണ്ടാകും, മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം വനിതാ നേതാക്കളടക്കം രംഗത്ത് വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ ഇനി അദ്ദേഹം രാജിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. ഉമാ തോമസ്, ബിന്ദു കൃഷ്ണ, ഷാനിമോൻ ഉസ്മാൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ രാഹുലിന്റെ രാജിയും അതോടൊപ്പം തന്നെ രാഹുൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇതിനൊക്കെ ശേഷവും രാഹുലിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ സംരക്ഷിക്കുന്ന ഒരു നിലപാടുമായി കോൺഗ്രസ് മുന്നോട്ട് പോയി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു നടപടിയല്ല, അല്ലെങ്കിൽ രാഹുലിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ഈ ഘട്ടത്തിൽ ബാധിക്കുന്ന നടപടിയല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു MLA സ്ഥാനത്ത് നിന്നാണ് രാഹുൽ മാറി നിൽക്കേണ്ടത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്നുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അംഗത്വം എന്നുള്ളത് ആ പാർട്ടിയുടെ മാത്രം കാര്യമായി തന്നെയാണ് എതിർകക്ഷികളടക്കമുള്ളവർ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ രാഹുൽ എന്നുള്ളത് ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുമ്പോഴാണ് നിലവിൽ ഈ പറയുന്ന രീതിയിൽ ജനങ്ങളുമായി നേരിട്ട് ജനങ്ങളുടെ എടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല എന്നുള്ളത്. ആ ചുമതലയിൽ ഇരിക്കാൻ രാഹുൽ യോഗ്യനാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം. കാരണം രാഹുലിനെതിരായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നതാണ്, രാഹുലിന്റെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതാണ്. രാഹുൽ ഇതുവരെയും ആരോപണങ്ങളൊന്നും നിഷേധിച്ചിട്ടില്ല. അവന്തികയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ചില ഗൂഢാലോചനകൾ നടന്നു എന്ന് സംശയം തോന്നിപ്പിക്കുന്ന ചില പരാമർശങ്ങളല്ലാതെ അരവന്തിക ഉന്നയിച്ച ആരോപണങ്ങളോ ആദ്യഘട്ടത്തിൽ സിനിമാ നടി ഉന്നയിച്ച വിഷയങ്ങളിലോ പിന്നീട് പുറത്തു വന്നിട്ടുള്ള ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ശകലത്തിലോ ഒന്നും അത്തരം ആരോപണങ്ങളൊന്നും രാഹുൽ ഇതുവരെയും നിഷേധിച്ചിട്ടില്ല. പകരം മറ്റു ചില കാര്യങ്ങൾ പറയുക മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോഴും ചെയ്തത്. അപ്പോഴും ആ ആരോപണങ്ങൾ പോലും നിഷേധിക്കാതെ, ആ ആരോപണങ്ങൾക്കെതിരെ ഒരു നിയമ നടപടി പോലും സ്വീകരിക്കാതെ നിൽക്കുന്ന രാഹുലിനെ ആ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായും എക്സോണറേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല. ഇവിടെയാണ് കോൺഗ്രസ് ഒരു ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ രാഷ്ട്രീയമായി ലഭിച്ച സ്ഥാനമാനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി
ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. നിലവിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA ഉത്തരവാദിത്തത്തിൽ നിന്ന് MLA സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നൊരാളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോൺഗ്രസിന് ഒളിച്ചോടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ നിയമസഭയിൽ എത്തിയാലും ഇല്ലെങ്കിലും അയാൾ MLA ആയത് UDF-ന്റെ ഭാഗമായിട്ടാണ്. പാർട്ടിക്ക് വേണ്ടാത്ത ഒരു നേതാവിനെ പാലക്കാടൻ ജനത ചുമക്കണം. ആ ഒരു രീതിയിലാണ് ഈ കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത് പുതിയ തീരുമാനത്തിലൂടെ.